നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഹോർമുസിൽ നിന്ന് ചറപറ എണ്ണക്കപ്പലുകൾ ഇന്ത്യയിലേക്ക്. ലോകരാജ്യങ്ങൾ മുഴുവൻ ഇന്ത്യയിലേക്ക് നോക്കി കണ്ണ് തള്ളുന്നു. ഇന്ത്യക്ക് ഇതെങ്ങനെ സാധിക്കുന്നുവെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന് കൈയടിക്കണം. അദ്ദേഹം ഇറാനുമായി ദീർഘനാളായി ചർച്ചയിലായിരുന്നു. അതായത് യുദ്ധം അതിരൂക്ഷമാകും എന്നുള്ള ഘട്ടത്തിൽ പോലും ഇറാനുമായും അമേരിക്കയുമായും ഇസ്രയേലുമായും നിരന്തരമായി നയതന്ത്ര ചർച്ചകളിലായിരുന്നു വിദേശകാര്യമന്ത്രി ഉണ്ടായിരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചർച്ചകൾ നടത്തുന്നുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇറാനിൽ നിന്നാണ് കപ്പലുകൾ എത്തിക്കൊണ്ടിരിക്കുന്നത്, എണ്ണയുമായി കപ്പലുകൾ എത്തുന്നത്. ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുന്ന ഒരു വലിയ നീക്കത്തിലേക്ക് ഇന്ത്യ എത്തിയിരിക്കുകയാണ്. രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കാനും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമാണ് ഒരു സർക്കാർ പ്രവർത്തിക്കേണ്ടത്. ആ നിലപാടാണ്, ആ നടപടിയാണ് ഞങ്ങൾ നടപ്പാക്കുന്നത് എന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പ്രഖ്യാപിക്കുന്നു. നേരത്തെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെ അമേരിക്ക എതിർത്തിരുന്നു. അതായത് ഞങ്ങൾ തീരുമാനിക്കും ഇന്ത്യ എവിടെ നിന്ന് എണ്ണ വാങ്ങിക്കണം എന്നുള്ളൊരു ധാർഷ്ട്യമൊക്കെ ആയിരുന്നു ഡൊണാൾഡ് ട്രംപിനുണ്ടായിരുന്നത്. അതിനെ 8ആയി മടക്കി പോക്കറ്റിൽ ഇട്ടോളാൻ പറഞ്ഞതും ജയശങ്കർ ആയിരുന്നു. തുടർന്ന് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങിയിരുന്നു. അതിന് ചില ഇളവുകൾ അമേരിക്ക ഏർപ്പെടുത്തിയിരുന്നു എന്നുള്ളത് ശരി തന്നെ. എങ്കിലും നയതന്ത്ര തലത്തിൽ വലിയൊരു വിജയമായിരുന്നു അത്. ഇപ്പോൾ ഇറാനിൽ നിന്നും എണ്ണ വാങ്ങുകയാണ്. പശ്ചിമേഷ്യയിൽ യുദ്ധം ആളിക്കത്തുകയാണ്. അതിന്റെ പാരമ്യത്തിലെത്തി നിൽക്കുകയാണ് യുദ്ധം. ഇതിനിടയിൽ എപ്പോൾ വേണമെങ്കിലും ഹോർമുസ് പൂർണ്ണമായി അടയ്ക്കാം എന്നുള്ള ഒരു നിലയിലേക്കും എത്തുന്നു. എന്നാൽ അതിനു മുൻപ് തന്നെ സേഫായി തങ്ങളുടെ കപ്പലുകൾ പുറത്തെത്തിക്കാനുള്ള ഒരു നീക്കം ജയശങ്കർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊപ്പം തന്നെയാണ് ഇറാനിൽ നിന്ന് എണ്ണക്കപ്പലുകൾ ഇന്ത്യൻ തീരത്തേക്ക് കുതിക്കുന്നത്. പശ്ചിമേഷ്യയിൽ യുദ്ധം കനക്കുന്നതിനിടയിലും ഇന്ത്യക്ക് ആശ്വാസമായി ഇറാനുമായുള്ള എണ്ണ വ്യാപാരം പുനരാരംഭിച്ചത്. 7 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇറാനിൽ നിന്നുള്ള അസംസ്കൃത എണ്ണ ഇന്ത്യയിലെത്തുന്നത്. അമേരിക്ക ഇസ്രയേൽ സഖ്യം ഇറാനുമായി യുദ്ധം തുടങ്ങിയതോടെ ആഗോളതലത്തിൽ ഇന്ധന വിതരണം താറുമാറായിരുന്നു. ഇത് പരിഹരിക്കാനായി ഇറാനിൽ നിന്നുള്ള എണ്ണയ്ക്കും പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കും മേലുള്ള ഉപരോധം കഴിഞ്ഞ മാസമാണ് അമേരിക്ക താൽക്കാലികമായി പിൻവലിച്ചത്. ഇതോടെയാണ് ഇന്ത്യൻ കമ്പനികൾക്ക് ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങാൻ വഴി തുറന്നത്. ഇതുമാത്രമല്ല, ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധം അത്ര മികച്ച രീതിയിലാണ് നടക്കുന്നത്. അത് ഇസ്രയേലുമായിട്ടും അങ്ങനെ തന്നെ, ഇറാനുമായിട്ടും അങ്ങനെ തന്നെ. അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങളുമായിട്ടൊക്കെ നല്ല രീതിയിൽ ബന്ധം സ്ഥാപിക്കുന്നതിനും ഈ യുദ്ധക്കെടുതിയിലും തങ്ങൾക്കനുകൂലമായ രീതിയിൽ സാഹചര്യങ്ങൾ കൊണ്ടുവരാനും ഇന്ത്യക്ക് സാധിക്കുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ ജയശങ്കറിന്റെ വലിയൊരു ഇടപെടൽ കാണേണ്ടതും അദ്ദേഹത്തിന് കയ്യടി കൊടുക്കേണ്ടതും. ഇറാനിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിക്ക് നിലവിൽ പണമിടപാട് സംബന്ധിച്ച യാതൊരു തടസ്സവുമില്ലെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കി. മുൻപ് അമേരിക്കൻ സമ്മർദ്ദത്തെ തുടർന്ന് 2019 മെയ് മാസത്തിലാണ് ഇന്ത്യ ഇറാനിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി പൂർണ്ണമായും നിർത്തിയത്. എന്നാൽ നിലവിലെ ആഗോള സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ കണക്കിലെടുത്താണ് നീക്കം. എണ്ണയ്ക്ക് പുറമെ ഇറാനിൽ നിന്നുള്ള ദ്രവീകൃത പെട്രോളിയം ഗ്യാസും ഇന്ത്യയിലെത്തിയിട്ടുണ്ട്. ഉപരോധ പട്ടികയിലുണ്ടായിരുന്ന കപ്പലിൽ എത്തിയ 44,000 മെട്രിക് ടൺ ഗ്യാസ് ബുധനാഴ്ച മംഗലാപുരം തുറമുഖത്ത് ഇറക്കി തുടങ്ങി. ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള ഗ്യാസ് വിതരണത്തിലെ കുറവ് പരിഹരിക്കാൻ ഇത് സഹായിക്കും. യുദ്ധം കാരണം ഇന്ത്യയിൽ ഇന്ധനവില കുതിച്ചുയർന്നിരുന്നു. മാർച്ച് അവസാന വാരത്തിൽ പലയിടങ്ങളിലും പെട്രോൾ പമ്പുകൾക്ക് മുന്നിൽ നീണ്ട ക്യൂ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഇറാനിൽ നിന്ന് കുറഞ്ഞ നിരക്കിൽ എണ്ണ ലഭ്യമാകുന്നതോടെ വരും ദിവസങ്ങളിൽ ആഭ്യന്തര വിപണിയിൽ വില കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതുമാത്രമല്ല, ഈ യുദ്ധക്കെടുതിയിൽ ഇന്ത്യ മനസ്സിലാക്കുന്ന ചില വസ്തുതകൾ കൂടിയുണ്ട്. ബദൽ മാർഗങ്ങൾ സ്വീകരിക്കണം എന്നുള്ളത്. യുദ്ധമുണ്ടായി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ രാജ്യത്തെ വേട്ടയാടും. അതിന് പരിഹാരം കണ്ടെത്തണമെങ്കിൽ ബദൽ മാർഗങ്ങൾ ആവശ്യമാണ്. ആ ഒരു നിലയിലേക്ക് കൂടി കാര്യങ്ങൾ എത്തിക്കാനാണ് ഇപ്പോൾ ജയശങ്കർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും അമേരിക്ക മറ്റ് രാജ്യങ്ങൾക്ക് മേൽ ഒരു ധാർഷ്ട്യം കാണിക്കുന്നുണ്ട്. ഇന്ത്യയോടും ഇതേ ധാർഷ്ട്യം തന്നെയാണ് അമേരിക്ക പലപ്പോഴും പുറത്തെടുക്കുന്നത്. മുൻപ് തീരുവ യുദ്ധമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അന്ന് അമേരിക്ക പച്ചയ്ക്ക് ഇന്ത്യയെ വെല്ലുവിളിച്ചിരുന്നു, റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിപ്പോകരുതെന്ന്. എന്നാൽ അത് നിർത്തലാക്കാൻ ഇന്ത്യ തയ്യാറായിരുന്നില്ല. വാങ്ങുന്ന എണ്ണയിൽ കുറവ് വരുത്തിയെങ്കിലും ഒരിക്കലും എണ്ണ വാങ്ങുന്നതിൽ നിന്ന് പിന്മാറാൻ ഇന്ത്യ തയ്യാറായിരുന്നില്ല. ഇപ്പോൾ ഇറാനിൽ നിന്നും എണ്ണ വാങ്ങുന്നതിൽ ഒരു വഴി തുറന്നു കിട്ടുമ്പോൾ തൊട്ടടുത്ത നിമിഷം തന്നെ ഇന്ത്യ ആ ഒരു പാത സ്വീകരിക്കുകയായിരുന്നു. ഇറാനും ഇന്ത്യയുമായിട്ടും ഇസ്രയേലും ഇന്ത്യയുമായിട്ടൊക്കെ നല്ലൊരു ബന്ധമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ ബന്ധം അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട്, എന്നാൽ രാജ്യത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു നീക്കവും കൂടിയാണ്. ആ ഒരു നിലയിലേക്കാണ് നയതന്ത്ര ബന്ധം ജയശങ്കർ ഊട്ടിയുറപ്പിക്കുന്നത്. ലോകത്തെ മൂന്നാമത്തെ വലിയ എണ്ണ ഇറക്കുമതി രാജ്യമായ ഇന്ത്യ 40-ലധികം രാജ്യങ്ങളിൽ നിന്നാണ് നിലവിൽ എണ്ണ വാങ്ങുന്നത്.
ഒരു രാജ്യത്തെ മാത്രം ആശ്രയിക്കാതെ വിവിധ സ്രോതസ്സുകളിൽ നിന്ന് എണ്ണ കണ്ടെത്താനുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ നീക്കത്തിന്റെ ഭാഗമായാണ് ഇറാന്റെ കടന്നുവരവ്. വരും മാസങ്ങളിലേക്കുള്ള എണ്ണ ശേഖരം ഇന്ത്യ ഇതിനകം ഉറപ്പാക്കിയിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്ക് ഇറാൻ ഭാഗികമായി തടഞ്ഞത് ആഗോള എണ്ണ വിതരണത്തെ ബാധിച്ചിരുന്നു. എന്നാൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള സൗഹൃദ രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് ഇറാൻ അനുമതി നൽകിയത് രാജ്യത്തിന് ഗുണകരമായി. റഷ്യയും ചൈനയും കഴിഞ്ഞാൽ ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുന്ന പ്രധാന രാജ്യമായി ഇന്ത്യ മാറുകയാണ്. ഒരു വശത്ത് ഇറാനെ ബോംബെറിഞ്ഞ് തകർക്കുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തുമ്പോഴും മറുവശത്ത് എണ്ണ വിപണിയിലെ തകർച്ച ഒഴിവാക്കാൻ ഉപരോധം നീക്കിയത് ശ്രദ്ധേയമാണ്. അമേരിക്കയിലെ കുതിച്ചുയരുന്ന പെട്രോൾ വില നിയന്ത്രിക്കാൻ ട്രംപിന് മറ്റ് വഴികളില്ലാത്തതാണ് ഇതിന് കാരണമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത്. യുദ്ധത്തിന്റെ ഒരു പക്ഷം ചേരാതെ സ്വന്തം രാജ്യത്തിന്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന നിലപാടാണ് ഇന്ത്യ സ്വീകരിക്കുന്നത്. ഇറാനുമായി ചർച്ചകൾക്ക് തയ്യാറാണെന്ന് വിദേശകാര്യ മന്ത്രാലയം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഊർജ്ജ ആവശ്യങ്ങൾക്കായി ഏത് രാജ്യവുമായി സഹകരിക്കാൻ ഇന്ത്യക്ക് സ്വതന്ത്രമായ അധികാരമുണ്ടെന്ന് ജയശങ്കർ വ്യക്തമാക്കി. നിലവിൽ ഇളവുകൾ ഉണ്ടെങ്കിലും 48 മണിക്കൂർ കഴിഞ്ഞ് ട്രംപ് ഇറാനെതിരെ ശക്തമായ ആക്രമണം നടത്തിയാൽ ഈ വ്യാപാര ബന്ധം വീണ്ടും പ്രതിസന്ധിയിലായേക്കാം. യുദ്ധം മുറുകിയാൽ എണ്ണക്കപ്പലുകൾക്ക് സുരക്ഷ ഉറപ്പാക്കുന്നത് വലിയ വെല്ലുവിളിയാകും. ഇറാന്റെ ഉപരോധത്തിനിടയിലും ഹോർമുസ് കടലിടുക്കിലൂടെ ഏറ്റവും അധികം കടന്നുപോയത് ഇന്ത്യൻ കപ്പലുകളാണ്. യുദ്ധം തുടങ്ങിയ ശേഷം കുറഞ്ഞത് 8 ഇന്ത്യൻ കപ്പലുകൾ ഹോർമുസ് കടലിടുക്ക് വഴി സുരക്ഷിതമായി സഞ്ചരിച്ചിട്ടുണ്ട്. ഇതിൽ ഏകദേശം 94,000 ടൺ LPG വഹിച്ചുകൊണ്ട് യുദ്ധമേഖലയിലൂടെ കടന്നുപോയ BW ടയർ, BWM എന്നീ കപ്പലുകളും ഉൾപ്പെടുന്നു. മാർച്ച് 26 മുതൽ 28 വരെയുള്ള കാലയളവിൽ 92,612 ടൺ LPGയുമായി പൈൻ ഗ്യാസ്, ജഗ് വസന്ത് എന്നീ കപ്പലുകൾ ഇന്ത്യയിലെത്തി. ഇതിനു മുൻപ് മാർച്ച് 16 ഗുജറാത്തിലെ മുന്ദ്ര തുറമുഖത്തും മാർച്ച് 17 കണ്ടല തുറമുഖത്തുമായി 92,712 ടൺ LPGയുമായി MT ശിവാലിക്, MT നന്ദാദേവി എന്നീ കപ്പലുകൾ എത്തിച്ചേർന്നിരുന്നു. കൂടാതെ UAEയിൽ നിന്ന് 80,886 ടൺ അസംസ്കൃത എണ്ണയുമായി ജഗ് ലാഡ്കി മാർച്ച് 18 മുന്ദ്രയിലെത്തി. ഒമാനിൽ നിന്ന് ആഫ്രിക്കയിലേക്ക് സഞ്ചരിക്കുകയായിരുന്ന ജഗ് പ്രകാശ് നേരത്തെ സുരക്ഷിതമായി കടലിടുക്ക് കടന്നിരുന്നു. വെള്ളിയാഴ്ച രാത്രി 46,650 മെട്രിക് ടൺ LPGയുമായി ഗ്രീൻ സാൻവി എന്ന കപ്പലും ഹോർമുസ് കടലിടുക്ക് വിജയകരമായി പിന്നിട്ടിരുന്നു. കപ്പലുകൾക്ക് സംരക്ഷണം നൽകാനായി ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലുകൾ തയ്യാറായി നിന്നിരുന്നു. ഉപരോധത്തിനിടയിലും ഇന്ത്യൻ കപ്പലുകളെ കടത്തിവിടുന്നതിനായി കേന്ദ്ര സർക്കാർ ഇറാനിയൻ അധികൃതരുമായി ചർച്ച നടത്തിയിരുന്നു. അതുതന്നെയാണ് വിജയം കണ്ടതും. ഇതിനിടയിൽ ലോകരാജ്യങ്ങളുടെ കപ്പലുകൾ മുഴുവൻ ഹോർമുസിൽ ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണ്. അതിനൊരു പ്രതിസന്ധി പരിഹരിക്കുന്നതിനുള്ള ചർച്ചകളും മധ്യസ്ഥ ചർച്ചകളും ഒക്കെയാണ് ആവശ്യം. കടലിടുക്കും പരിസരത്തും വാണിജ്യ കപ്പലുകൾ സംരക്ഷിക്കുന്നതിനുള്ള ബഹ്റൈൻ പ്രമേയത്തിൽ UN സുരക്ഷാ കൗൺസിൽ അടുത്തയാഴ്ച വോട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നതായി നയതന്ത്രജ്ഞർ വ്യക്തമാക്കി. എന്നാൽ വീറ്റോ അധികാരമുള്ള ചൈന ബലപ്രയോഗത്തിന് അംഗീകാരം നൽകുന്നതിനെതിരെ നിലപാട് വ്യക്തമാക്കി. കൗൺസിലിലെ 15 അംഗങ്ങളുടെ യോഗം ആദ്യം വെള്ളിയാഴ്ച നടത്താനാണ് തീരുമാനിച്ചത്. പിന്നീട് ഇത് ശനിയാഴ്ചത്തേക്ക് മാറ്റുകയായിരുന്നു. പുതിയ തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലാത്തതിനാൽ അടുത്ത ആഴ്ച വരെ യോഗം മാറ്റിവെച്ചതായി നിരവധി നയതന്ത്രജ്ഞർ വ്യക്തമാക്കി. പ്രമേയത്തിന് ചൈന, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് എതിർപ്പ് നേരിടേണ്ടി വന്നത് ഒരു വലിയ പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണ്. എന്തായാലും ഹോർമുസിലെ പ്രതിസന്ധി എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം എന്നുള്ള ആവശ്യത്തിലാണ് ലോകരാജ്യങ്ങളൊക്കെ നിൽക്കുന്നത്. കാരണം എണ്ണക്കപ്പലുകളും LPGയും ഒക്കെ ഹോർമുസിൽ കെട്ടിക്കിടക്കുകയാണ്. ഇത് രാജ്യങ്ങളെ പ്രതിസന്ധിയിലേക്കും വലിയ സാമ്പത്തിക ഭാരത്തിലേക്കും കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. ഇതിനിടയിൽ ഇപ്പോൾ ഇറാനിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നതിനെ അമേരിക്ക കണ്ട ഭാവം നടിക്കാത്തത് അതിൽ മറ്റൊരു ലക്ഷ്യവും കൂടിയുണ്ട്. അതായത് എത്രയും പെട്ടെന്ന് ഇറാനെ ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറ്റുക എന്നുള്ള ആവശ്യമാണ് അമേരിക്കയ്ക്കുള്ളത്. അതുകൊണ്ട് ഒരു ചർച്ചയ്ക്ക്, ഒരു നയതന്ത്രപരമായി ഒരു ചർച്ചയ്ക്ക്, പ്രശ്നം പരിഹരിക്കുന്നതിനും യുദ്ധം അവസാനിപ്പിക്കുന്നതിനും ഇറാനുമായിട്ടൊരു ചർച്ചയാണ് ആവശ്യം. എന്നാൽ ഒരു തരത്തിലും ചർച്ചയ്ക്ക് തയ്യാറല്ല എന്ന് ഇറാൻ വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്തിൻ്റെ സഹായം ആവശ്യമാണ്. അതുകൊണ്ട് ഒരു സൗഹൃദ ചർച്ചയ്ക്ക് ഇന്ത്യ തയ്യാറാകണം എന്നുള്ളത് അമേരിക്കയുടെയും കൂടി ഇപ്പോഴത്തെ ആവശ്യമാണ്. ഈ ഒരു ഘട്ടത്തിലാണ് ഇറാനിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നതിനെ ട്രംപ് അത്ര കണ്ടങ്ങ് എതിർക്കാത്തത്. കാരണം ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ഇന്ത്യയുടെയും വലിയ സഹായം അമേരിക്കയ്ക്ക് ആവശ്യമാണ്. ഇന്ത്യ എന്ന ശക്തി അത് എത്രത്തോളമാണ് എന്നുള്ളത് അമേരിക്കയും മറ്റ് രാജ്യങ്ങളും എല്ലാം തന്നെ ഇപ്പോൾ ഈ യുദ്ധം മുറുകി നിൽക്കുന്ന ഘട്ടത്തിലും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെ അമേരിക്ക എതിർക്കാത്തത്.
ഈ ഒരു പഴുതുപയോഗിച്ച് എത്രയും എണ്ണ ഇന്ത്യയിൽ എത്തിക്കാമോ അത്രത്തോളം എത്തിക്കാനുള്ള ഒരു നീക്കമാണ് ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.